നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കേരളം കണ്ട ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പായിരുന്നു ഹൈറിച്ച് തട്ടിപ്പ് കേസ്. ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ പ്രധാനപ്പെട്ട ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. ഹൈറിച്ചിന്റെ തൃശൂരിലെ ഹെഡ് ഓഫീസ് സീൽ ചെയ്ത് പൂട്ടിയിരിക്കുന്നു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് തൃശൂർ വല്ലച്ചിറയിലുള്ള ഹൈറിച്ചിന്റെ ഹെഡ് ഓഫീസ് പൂട്ടി സീൽ ചെയ്തിരിക്കുന്നത്. ബഡ്സ് ആക്ട് പ്രകാരം ഹെഡ് ഓഫീസ് പൂട്ടി സീൽ ചെയ്യാൻ നേരത്തെ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നടപടി. സ്ഥാപനത്തിനെതിരെ ED അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലാണ് തൃശൂർ ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച നിർണായക ഉത്തരവ് നൽകിയത്. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക കുറ്റകൃത്യമാണ് ഹൈറിച്ചിന്റെ ഉടമകളായ KD പ്രതാപനും CEO ആയ ശ്രീനാഥ് പ്രതാപനും ചേർന്ന് നടത്തിയത്. 3150 കോടി രൂപ കേരളത്തിലെ ജനങ്ങളിൽ തട്ടിയെടുത്തെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നിയമസഭയിൽ വ്യക്തമാക്കിയ കേസാണിത്. മലയാളികൾ മാത്രമല്ല, ഇതര സംസ്ഥാനത്ത് നിന്നും കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തു പ്രതികളെന്ന വിവരമാണ് ലഭിക്കുന്നത്. 700 രൂപയും 1000 രൂപയും സ്വീകരിച്ചുകൊണ്ട് അതിന് തത്തുല്യമായി ഡിജിറ്റൽ കൂപ്പണുകൾ നൽകി വ്യാപകമായ രീതിയിൽ ജനങ്ങളിൽ നിന്നും പണം സമാഹരിക്കുകയായിരുന്നു. 1,63,000 പേരിൽ നിന്ന് 10,000 രൂപ വീതം 1630 കോടി രൂപ തട്ടിയെടുത്തു എന്നുള്ള വിവരങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ വെളിപ്പെട്ടത്. ഇതുകൂടാതെ 163 കോടി രൂപ പ്രതികൾ നികുതി വെട്ടിച്ചതായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് KD പ്രതാപനെതിരെയും ഭാര്യ ശ്രീനാഥ് പ്രതാപനെതിരെയും 19 കേസുകൾ കേരളത്തിലെ വിവിധ ജില്ലകളിലായി രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 3 കേസുകളിൽ KD പ്രതാപനെതിരെ കോടതി ശിക്ഷ വിധിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതികളുടെ വസതികളിലും ഓഫീസുകളിലും കഴിഞ്ഞ ആഴ്ച റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡ് നടക്കുന്ന സമയത്താണ് പ്രതികൾ രക്ഷപ്പെട്ടത്. ഏറ്റവും സുപ്രധാനമായ മറ്റൊരു കാര്യം, ഈ കേസുകളൊക്കെ തന്നെ എറണാകുളം ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷവും പ്രതികൾക്ക് പോലീസിൽ നിന്നും സംരക്ഷണം ഉണ്ടായി എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. പ്രതികൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ പ്രതികൾ പോലീസിന്റെ കൺമുന്നിലുണ്ടായിരുന്നു. ഇത്രത്തോളം കോടികൾ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പറ്റിച്ച, കേരളം കണ്ട ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പിലെ പ്രതികളായിരുന്നിട്ടും ഇവരെ പിടികൂടാനോ ഇവർക്കെതിരെ നടപടിയെടുക്കാനോ കേരള പോലീസ് തുനിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിന് പിന്നിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവരുമായിട്ടുള്ള ബന്ധത്തിന്റെ തെളിവാണെന്ന വലിയ ആക്ഷേപമാണ് ഉയരുന്നത്. മണി ചെയിൻ ബിസിനസിന്റെ പേരിൽ കൂടുതൽ ആളെ ചേർത്താൽ കൂടുതൽ പണം കമ്മീഷൻ ഇനത്തിൽ ലഭിക്കുമെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവർ ബിസിനസ് ആരംഭിച്ചത്. പിന്നാലെ കറൻസി തട്ടിപ്പ്, ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ്, മണി ചെയിൻ തട്ടിപ്പ്, കുഴൽപ്പണ തട്ടിപ്പ് തുടങ്ങി നിരവധി തട്ടിപ്പുകൾ ഇവർ ഇതിന്റെ പേരിൽ നടത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. തൃശ്ശൂരിൽ ഇവരുടെ വസതികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ആഴ്ച റെയ്ഡ് നടത്തിയിരുന്നതിൽ കണ്ടെത്തിയ നിക്ഷേപ തുകയായ 212.45 കോടി രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. 1693 കോടി രൂപയാണ് പ്രാഥമികമായി ഇവർ നിക്ഷേപമായി സ്വീകരിച്ചതെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഈ തുകയുടെ ഇരട്ടി ഇവർ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള അനുബന്ധ വിവരങ്ങൾ ലഭിക്കുന്നു. അനൗദ്യോഗികമായി പല ബിനാമി അക്കൗണ്ടുകളിലേക്കും ഇവർ പണം വകമാറ്റിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ. ഇവർക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തെ മുഴുവൻ വിമാനത്താവളങ്ങളിലും അതുപോലെ റെയിൽവേ സ്റ്റേഷനിലടക്കം ഇവരുടെ ചിത്രങ്ങൾ സഹിതമുള്ള ലുക്കൌട്ട് നോട്ടീസ് പതിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഇവർ നേപ്പാൾ വഴി രാജ്യം വിടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള വിവരങ്ങളും അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട്. രാജ്യത്താകമാനം ഈ പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേരള പോലീസും. അപ്പോഴും ഉയരുന്ന ചോദ്യം ഇതാണ്, കേരള പോലീസിന്റെ കൺമുന്നിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത്? വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള സ്ഥലങ്ങളിലും ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രതികൾ രാജ്യം വിട്ട് പോയിട്ടില്ലെന്നാണ് ED ഉദ്യോഗസ്ഥർ ഇപ്പോഴും അനുമാനിക്കുന്നത്. കമ്പനിയിലും വീട്ടിലും 2 ദിവസം നീണ്ട പരിശോധനയിൽ 1115 കോടി രൂപ പ്രതികളുടെ അക്കൗണ്ടിൽ എത്തിയെന്നതിന് രേഖകൾ ED ഉദ്യോഗസ്ഥർക്ക് ഇതിനകം ലഭിച്ചിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസി, ഹൈറിച്ച് കോയിൻ എന്നിവയിലൂടെ വൻതുക ലാഭവിഹിതം വാഗ്ദാനം ചെയ്താണ് പ്രതികൾ പ്രധാനമായും തട്ടിപ്പ് നടത്തിയത്. പ്രതികൾക്കെതിരെ നിലവിൽ 19 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 3 കേസുകളിൽ 5 വർഷം വീതം തടവിന് നേരത്തെ കോടതി ശിക്ഷയും വിധിച്ചിരുന്നു.
10 കേസുകൾ പണം നൽകി ഒതുക്കിയെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രതികൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം എറണാകുളത്തെ പ്രത്യേക സാമ്പത്തിക കുറ്റാരോപണ കോടതി തള്ളിയിരുന്നു. പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്ന നിർദ്ദേശമാണ് സംസ്ഥാന പോലീസിന് കോടതി നൽകിയത്. കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണിതെന്നും പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്നുമാണ് ED കോടതിയെ അറിയിച്ചത്. തൃശൂരിലെ ഹൈറിച്ച് ഓൺലൈൻ ഗ്രൂപ്പിന്റെ 212.45 കോടി രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ മരവിപ്പിച്ചിരുന്നു. ബാങ്ക് നിക്ഷേപങ്ങളും സ്ഥിര നിക്ഷേപങ്ങളുമാണ് മരവിപ്പിച്ചത്. ഹൈറിച്ച് സ്മാർട്ട് ടെക് പ്രൈവറ്റ് ലിമിറ്റഡ്, ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്, കമ്പനി പ്രൊമോട്ടർമാർ, അനുബന്ധ കമ്പനികൾ എന്നിവയുടെ നിക്ഷേപങ്ങളാണ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം മരവിപ്പിച്ചത്. ജനുവരി 23-നും 24-നുമായി ഹൈറിച്ച് ഓൺലൈൻ ഗ്രൂപ്പിന്റെ ഡയറക്ടർമാരുടെ വീടുകളിലും ഓഫീസുകളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മിന്നൽ പരിശോധന നടത്തിയിരുന്നു. ഇതിൽ വ്യാപകമായ ക്രമക്കേടുകളും നികുതി വെട്ടിപ്പുമാണ് കണ്ടെത്തിയത്. ഈ സാഹചര്യത്തിലാണ് പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചത്. അതേസമയം കേസ് CBIക്ക് കൈമാറുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ഇപ്പോൾ കാര്യക്ഷമമായ അന്വേഷണമാണ് നടക്കുന്നതെന്നും 3141 കോടി രൂപ പ്രതികൾ കേരളത്തിൽ നിന്നും തട്ടിയെടുത്തുമെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നാണ് പ്രതികൾ നടത്തിയതെന്നും അന്വേഷണത്തിൽ 1157 കോടി രൂപ നിക്ഷേപകരിൽ നിന്ന് സ്വീകരിച്ചതായി സ്ഥിരീകരിച്ചുവെന്നും ED അധികൃതർ അറിയിച്ചു. KD പ്രതാപനെതിരെ സംസ്ഥാനത്തുടനീളം 19 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2011-ൽ തൃശ്ശൂരിലെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ഇതിൽ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തത്. ഹൈറിച്ച് എന്ന സ്ഥാപനം തുടങ്ങുന്നതിന് മുൻപ് പ്രതാപൻ തൃശ്ശൂരിൽ ഗ്രീൻകോ സെക്യൂരിറ്റീസ് എന്ന ഒരു ധനകാര്യ മണി ചെയിൻ സ്ഥാപനം നടത്തിയിരുന്നു. ഇതിന്റെ പേരിൽ 15-ലധികം കേസുകൾ പ്രതാപനെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷമാണ് ഹൈറിച്ച് എന്ന അടുത്ത തട്ടിപ്പ് സ്ഥാപനം KD പ്രതാപൻ ആരംഭിച്ചത്. ഓൺലൈൻ ഷോപ്പിംഗ് വഴിയും HROTT, HR കോയിൻ എന്നിവയുമായി ബന്ധപ്പെട്ടും 1693 കോടി തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ. അതിനിടെ ഹൈറിച്ച് തട്ടിപ്പ് കേസ് റദ്ദാക്കണമെന്ന ആവശ്യവുമായി കേസിലെ പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കേസിലെ പ്രതികളായ പ്രതാപനും ശ്രീനയുമാണ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് നടത്തിയത് ഓൺലൈൻ പലചരക്ക് വ്യാപാരമാണെന്നാണ് ഇവർ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മുൻകൂർ പണം വാങ്ങിയത് നിക്ഷേപമല്ലെന്ന് ഇവർ വ്യക്തമാക്കുന്നു. ബെഡ്സ് ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ നിലനിൽക്കില്ലെന്നാണ് ഹർജിയിലെ പ്രതികളുടെ ആവശ്യം. കേസ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു.